ഹായ് മക്കളെ, നമ്മുടെ കാട്ടുയാത്ര സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത്. വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ റൂട്ടിൽ കയറണം. അതിൻ്റെ മുമ്പുള്ള ഫോറസ്റ്റിൻ്റെ എൻട്രി പോയിന്റാണിത്. ഇവിടെ വണ്ടിയുടെ ഡീറ്റെയിൽസും പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവർക്ക് കൊടുക്കണം. എന്നാലും നമുക്ക് എൻട്രി പാസ് കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ അതെല്ലാം ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ഒന്നും കാടിനുള്ളിൽ കളയാതിരിക്കാനാണിത്. കാടിനുള്ളിൽ ഒരിടത്തും വണ്ടി നിർത്തി ഇറങ്ങരുതെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി. ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണം. ഈ നിശ്ചിത സമയത്തിനുള്ളിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഫോറസ്റ്റിനുള്ളിൽ കയറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ റോഡ് പൂർണ്ണമായ ഫോറസ്റ്റിന്റെ നിയന്ത്രണമാണെങ്കിൽ തന്നെയും ഇതിലെ സഞ്ചരിക്കാൻ നമ്മൾ പ്രത്യേക ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. ഈ ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണിക്കാണ് തുറക്കാറ്. ആ ടൈമിൽ വന്ന റോഡിൽ സൈഡിൽ തന്നെ പല ആനിമൽസിന്റെ സൈറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കും എന്തെങ്കിലും ആനിമൽ സൈറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ കാട്ടിലൂടെയുള്ള ഈ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര തുടരാം. വാഴച്ചാൽ ടു മലക്കപ്പാറ ഏതാണ്ട് 40 കിലോമീറ്റർ മേൽ ദൂരമുണ്ട്. അതും തിങ്ങി നിറഞ്ഞ വലിയ മരങ്ങളുടെയും പുൽച്ചെടികളുടെയും ഇടയിലൂടെ. ഒരു ചെറിയ ചാറ്റൽ മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാടിന്റെ സൗന്ദര്യത്തിന് ഒരു പ്രത്യേക ചന്തമുണ്ടായിരുന്നു അല്ലേ? ആതിരപ്പള്ളിയിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട വന്നതിനാൽ നമ്മൾ കറക്റ്റ് നട്ടുച്ചയ്ക്കാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആനിമൽ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് കുറവാണ്. തൃശ്ശൂർ ജില്ലയിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് മലക്കപ്പാറയും ഈ കാട്ടുപാതയും ഉള്ളത്. ഇതൊരു ബസ് റൂട്ട് കൂടിയാണ് കേട്ടോ. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക് എല്ലാ ദിവസവും ബസ് സർവീസ് ഉണ്ട്. കാറ് പോലെ തന്നെ 2 വീലേഴ്സിനും ഒരു നിയന്ത്രണമില്ലാതെ ഇവിടെ സഞ്ചരിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ പ്രദേശം ഉൾപ്പെടുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏതാണ്ട് 643 സ്ക്വയർ കിലോമീറ്റർ ആണുള്ളത്. ഈ സംരക്ഷിത ഏരിയ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആനകളുടെ താവളം എന്നതിലുപരി കാട്ടുപോത്ത്, മ്ലാവ്, വരയാട്, മുതല, കടുവ, പുള്ളിപ്പുലി എന്നിവയെല്ലാം വിഹരിച്ചു കഴിയുന്ന ഒരു കാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ട്. ആനകൾ അഴിഞ്ഞാടുന്ന ഒരു വനപാത കൂടിയാണിത്. പെട്ടെന്ന് ഒരു ആന മുന്നിൽ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് വണ്ടി പെട്ടെന്ന് തിരിച്ചെടുത്തോണ്ട് പോകണമെങ്കിൽ തന്നെ ആകെ 2 വണ്ടി കഷ്ടിച്ച് പോകാനുള്ള ഇടം മാത്രമേ റോഡിനുള്ളതുകൊണ്ട് പെട്ടെന്ന് വണ്ടി തിരിച്ചെടുത്തോണ്ട് പോവുക എന്നത് പ്രയാസകരം തന്നെയാണ്. എന്തായാലും ഈ കാടിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഈ കാണുന്നതാണ് അപ്പർ ഷോളയാർ ഡാമിന്റെ റിസർവോയറിന്റെ ചില ഭാഗങ്ങൾ. മുതലുകളുടെ സാന്നിധ്യമുള്ളതിനാൽ അങ്ങോട്ട് ആരും ഇറങ്ങരുതെന്ന് പ്രത്യേക നിർദ്ദേശ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതാനും യാത്രകളെല്ലാം കണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വഴിയുടെ സ്വഭാവം ഫുള്ള് മാറുകയാണ്. ഇതുപോലെ നല്ല വഴിയാണ്. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്ററോളം ഇത്തരത്തിൽ വളരെ മോശമാണ്. നമ്മുടെ യാത്രയുടെ രസം കൊല്ലി കൂടെയാണ് ഇത്തരത്തിലുള്ള റോഡുകൾ അല്ലേ? എന്തായാലും നമ്മൾ മലക്കപ്പാറ ലക്ഷ്യമായിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇതാണ് മലക്കപ്പാറ. ഇവിടുത്തെ കാഴ്ചകളും വ്യത്യസ്തമല്ല. റോഡുകളുടെ കാര്യം വളരെ ശോകം. ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. ചെറിയ അക്കോമഡേഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. വലിയ ലക്ഷറീസ് ആയിട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഏതായാലും ഇവിടുന്ന് കുറച്ചുകൂടെ പോകണമെന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റിൽ അവിടെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സ്ലിപ്പ് അവിടെ ഒന്ന് കാണിക്കണം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തമിഴ്നാട്ടിലെ ബോർഡറിലോട്ട് കയറാം.
തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും തമിഴ് വംശജരായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലെക്സുകളും ബോർഡുകളും എല്ലാം തമിഴിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മലക്കപ്പാറ വന്നതോടുകൂടി തേയിലത്തോട്ടങ്ങളെ കാണാൻ തുടങ്ങി കേട്ടോ. മൂന്നാറിലെ അത്ര ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ധാരാളം തേയിലത്തോട്ടങ്ങളുണ്ട്. പക്ഷെ ഭൂരിഭാഗവും ടാറ്റ ടീയുടെ അണ്ടർ വരുന്നതാണ്. നമ്മളിപ്പം മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്നു. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയ ആ സ്ലിപ്പ് ഇവിടെ കാണിക്കണം. ഇതാണ് ഫോറസ്റ്റ് ഓഫീസ്. ഇവർ ചോദിച്ചത് റിട്ടേൺ ഉണ്ടെങ്കിൽ 5 മണിക്ക് മുന്നേ ക്രോസ് ചെയ്യണമെന്നാണ്. നമ്മൾ ഏതായാലും വാൽപ്പാറയ്ക്ക് പോയതിനാൽ റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളുണ്ട് കേട്ടോ. ഇതാണ് കേരളത്തിന്റെ ഓട്ടോ സ്റ്റാൻഡ്. നമ്മളിവിടെ ബോർഡറിലാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ കേരള താങ്ക്സ് ഫോർ വിസിറ്റ് അഗെയിൻ എന്നൊരു ബോർഡൊക്കെ ഉണ്ട് കേരള ഗവൺമെന്റിന്റെ. പക്ഷേ നമ്മൾ കേരളത്തിന്റെ ഭാഷയിലാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഓട്ടോ സ്റ്റാൻഡ്. സോ ഇവിടെ തമിഴ്നാട്ടിന്റെ ഒരു ചെക്ക് പോസ്റ്റ് കൂടെ കാണാം. പക്ഷെ അവിടെ കേരളത്തിലെ പോലെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ വെൽക്കം ടു തമിഴ്നാട് ബോർഡ് കണ്ടു. സോ തൊട്ടിപ്പുറത്ത് തമിഴ്നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡ്. തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ റോഡിന്റെ സ്വഭാവം ആകെ മാറിയല്ലേ. വാൽപ്പാറയിലെ കാഴ്ചകളും പോകുന്ന വഴിയിലെ രസകരമായ സംഭവങ്ങളും എല്ലാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും വണക്കം.